ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين. اللهم صل على سيدنا ومولانا وشفيعنا محمد وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. سورة الممتحنة آية മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇന്നലെ നാം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിരുന്നു മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ. മുംതഹനയിലെ ഈ സൂറത്ത്, ഈ ആയത്ത് അവതരിച്ചത് അസ്മാ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. അസ്മാ റളിയല്ലാഹു അൻഹ ഹിജ്റക്ക് മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. 14 വയസ്സിന് മുമ്പ് തന്നെ അന്നത്തെ ഒരു സമ്പ്രദായ പ്രകാരം അസ്മാ റളിയല്ലാഹു അൻഹ വിവാഹിതയായിരുന്നു. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താവ്. ചരിത്രത്തിൽ ആ മഹദിയെ കുറിച്ച് ഇങ്ങനെ കാണാൻ സാധിക്കും. അസ്ലമത്ത് ഫി മക്ക ഖബല ഹിജ്റത്തി. ഹിജ്റക്ക് മുമ്പ് തന്നെ മഹദി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. വലം തകുൻ ഖദ് തജാവസത് റാബിഅ അശ്റത മിൻ ഉംരിഹ. 14 വയസ്സിന് മുമ്പ് തന്നെ വഹാജറത് മാ സൗജിഹാ അസ്സുബൈർ. അസ്മാ റളിയല്ലാഹു അൻഹ ഹിജ്റക്ക് പോയത് ഭർത്താവായ സുബൈറിന്റെ കൂടെയാണ്. وهي حامل متم بولدها عبد الله. ഹിജ്റക്ക് പോകുന്ന സന്ദർഭത്തില് മഹദി അബ്ദുള്ളയെ ഗർഭം ധരിച്ചിരുന്നു. മൂത്ത പുത്രൻ അബ്ദുള്ളയാണ്. ഈ 14 വയസ്സിൽ തന്നെ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായിക്കൊണ്ടാണ് ഹിജ്റക്ക് പോയത്. അങ്ങനെ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ബുഖാ എന്ന സ്ഥലത്ത് വെച്ച് മഹദി പ്രസവിച്ചു. വക്കാന അവ്വലു മൗലൂദിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിക ലോകത്ത് മദീനയിലേക്ക് വിശ്വാസികൾ കാലെടുത്ത് വെച്ച ശേഷം അവിടെ നടന്ന ആദ്യ പ്രസവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വഖദ് ഇസ്തബശറൽ മുസ്ലിമൂന ബിമൗലിദിഹി. ഈ പ്രസവത്തില് വിശ്വാസികളായ ആളുകൾക്ക് മുഴുവൻ വളരെ വലിയ സന്തോഷമായിരുന്നു. ഇത് അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമായിട്ട് ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ മദീനയിലേക്ക് എത്തിയ ശേഷം ആ മഹദിയെ കാണാൻ വേണ്ടി തന്റെ ഉമ്മ വരുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ഉമ്മു അസ്മാ ഹിയ ഖുതൈലതു ബിൻതി അബ്ദുൽ ഇസ്സ. അബ്ദുൽ ഉസ്സയുടെ പുത്രിയായ ഖുതൈലയാണ് അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. പക്ഷേ അവൾ മുസ്ലിമായിരുന്നില്ല, ഉമ്മ മുസ്ലിമായിട്ടില്ല. ഉമ്മക്ക് മകളോട് വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ഉമ്മയെ കാണാൻ, മകളെ കാണാൻ വേണ്ടി ഉമ്മ മദീനയിലേക്ക് വരികയാണ്. വഖദ് ഇഷ്താഖത് ഖുതൈലതു ലിഇബ്നതിഹാ മറത്തൻ ഫഖദ്ദമത് വഹിയ മുശ്രികത്തുൻ ലിസിയാറതിഹാ. വലിയൊരു സമ്മാനവുമായിട്ടാണ് വരുന്നത്. വജലബത് ലഹാ ഹദിയതൻ വതുആമാ. നല്ല ഭക്ഷണ സാധനം അടക്കം ഉൾക്കൊള്ളുന്ന ഒരു സമ്മാന പൊതിയുമായിട്ടാണ് ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി വരുന്നത്. വകാനത് റാഗിബത്തുൻ ഫീ റുയതിഹാ ഖായിഫത്തുൻ അൻ തറുദ്ദഹാ അസ്മാഉ ഖായിബത്തൻ ലിശർക്കിഹാ. പക്ഷെ വരുമ്പോൾ ഉമ്മക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അസ്മാ എന്നെ സ്വീകരിക്കുക
മദീനയിലേക്ക് പോയാൽ മുഹമ്മദിന്റെയും അനുയായികളുടെയും പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊരു ഭയത്തോടു കൂടിയായിരുന്നു അവർ അസ്മാ റളിയല്ലാഹു അൻഹയെ കാണാൻ വന്നത്. അങ്ങനെ അസ്മാവിനെ കണ്ടുമുട്ടി. പക്ഷേ അസ്മാ വിസമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിക്കാതെ താങ്കളെ കാണാൻ, ഉമ്മയെ കാണാൻ കഴിയില്ല. അങ്ങനെ അസ്മാ റളിയല്ലാഹു അൻഹ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് സമ്മതം ചോദിച്ചു. ഉമ്മ വന്നിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുമോ റസൂലെ? കാരണം ആ സമയത്ത് മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളുമെല്ലാം ഒരു കരാറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇടപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അസ്മാഇന് ചോദിക്കൽ നിർബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, ഉമ്മ വന്നിട്ടുണ്ട്, സമ്മാനവുമായിട്ടാണ് വന്നത്, എനിക്ക് ഉമ്മയെ കാണാൻ പറ്റുമോ റസൂലേ? ആ സമയത്ത് കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം സിലി ഉമ്മിക്കി. അതിനെന്താ? ഉമ്മയെ കണ്ടോ, ഉമ്മയുമായി നീ സംസാരിച്ചോ? ഈ സന്ദർഭത്തിലാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് തടസ്സം പറയുന്നില്ല കേട്ടോ. അനില്ലദീൻ, ഒരു തരം അവിശ്വാസികളുമായിട്ട് ബന്ധപ്പെടുമ്പോ അവരുമായി സംസാരിക്കുന്നതിലോ ബന്ധപ്പെടുന്നതിലോ ബന്ധം പുലർത്തുന്നതിലോ യാതൊരു പ്രശ്നവുമില്ല. ഏത് വിശ്വാസികളാണ്, ഏത് അവിശ്വാസികളാണ്? ലം യുഖാതിലൂകും ഫിദ്ദീൻ, നിങ്ങളോട് അവർ മതത്തിന്റെ കാര്യത്തിൽ യുദ്ധം ചെയ്തിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ അവർ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ടുമില്ല. അപ്പൊ നിങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളോട് ശത്രുത പുലർത്താത്ത അവിശ്വാസികളോട് നിങ്ങൾ ബന്ധം വേണ്ടെന്ന് വെക്കരുത്. മാത്രമല്ല അന്തബറൂഹും, അവർക്കെല്ലാ നന്മകളും നിങ്ങൾ ചെയ്യണം. വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നിങ്ങൾ നീതി പുലർത്തണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയം അല്ലാഹു തആല നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ മാതാപിതാക്കളോടാണെങ്കിൽ അവരോട് ബന്ധം സ്ഥാപിക്കണം, കുടുംബങ്ങളാണെങ്കിൽ അവരോട് ബന്ധം സ്ഥാപിക്കണം. ഒറ്റ കണ്ടീഷൻ, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്ന കൂട്ടത്തിൽ അവർ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാനും പാടില്ല. അതല്ലാത്ത അവിശ്വാസികളോടുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിലാണ് സൂറത്തുൽ മുംതഹനയിലെ ഈ ആയത്ത് അവതരിച്ചത്. അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.